ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇന്നൊരു വീക്ക്ലി ഗ്രോസറി ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം. ഇത് ഞങ്ങൾ പോകുന്ന വേ ആണ്. നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട്. ഫുൾ പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇതിപ്പം സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ നല്ല ഗ്രീനി ലീവ്സൊക്കെ കാണാൻ സാധിക്കുന്നത്. വിൻ്റർ ആയി കഴിയുമ്പോൾ ഇതെല്ലാം കൊഴിഞ്ഞ് പോവും. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ആ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ഏകദേശമുണ്ട് ഞങ്ങൾക്ക് ആ ഷോപ്പിലേക്ക് പോകാനായിട്ട്. പിന്നെ ഈ കാണുന്ന വേക്ക് ഇതിൻ്റെ അടുത്തൊക്കെ കൃഷി സ്ഥലങ്ങളാണ്. ഇവിടെയാണ് അവർ ചോളമൊക്കെ കൃഷി ചെയ്യുന്നത്. ഇവിടെ ഇഷ്ടംപടി ചോള കൃഷികൾ കാണാൻ സാധിക്കും. ഏകദേശം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം ഒരു കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഇവിടെ ചോളം കൃഷി ചെയ്യുന്നത് കാണാം നമുക്ക്. ഇവിടെ സ്റ്റാർട്ടാകുവാണ്. ഇതാണ് ചോള കൃഷി. ഇവിടെ ഇഷ്ടംപടി അപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ ഇഷ്ടംപടി ചോള കൃഷികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഫുള്ള് ഇങ്ങനെ ചോള കൃഷികളാണ്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ കുറേ ഒരു അരമണിക്കൂറുണ്ട്. ഞാനതെല്ലാം കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ചെറിയ ഭാഗങ്ങൾ മാത്രം അതിനെ കാണിച്ചെന്നേ ഉള്ളൂ. ഏകദേശം നമ്മളിപ്പം ആ ഷോപ്പിൽ അടുക്കാറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മളിവിടെ എത്തി. ഇതാണ് അങ്ങോട്ടേക്ക് കയറുന്നതിൻ്റെ എൻട്രൻസ്. അതിന് ചുവട്ടിലായിട്ട് കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഷോപ്പിൻ്റെ പേര് അസ്ത എന്നാണ്. അതിലാണ് ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഓൾമോസ്റ്റ് എപ്പോഴും ഈ ഷോപ്പിൽ തന്നെയാണ് വരാറുള്ളത്. അത്യാവശ്യം നല്ലൊരു വലിയ കടയാണ്. എല്ലാ സാധനങ്ങളും നമുക്ക് അവിടുന്ന് കാണാൻ സാധിക്കും. ഒരു ചെറിയൊരു ഇടയ്ക്കൊക്കെ ഒന്നും കാണാൻ പറ്റാതെ വരുന്നുണ്ട്, അതൊക്കെ ക്ഷമിക്കുക. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഏകദേശം ഞങ്ങളൊരു 9 o'clock കഴിഞ്ഞതിന് ശേഷം നൈറ്റിലാണിത് പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നതാണ് കാണുന്നത്. അതിൻ്റെ എൻട്രൻസിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് കയറുന്നതാണ്. ഇപ്പോൾ ഞങ്ങളെപ്പോഴും ഫാമിലി ഒരുമിച്ചാണ് ഞങ്ങളിങ്ങനെ വീക്ക്ലി ഷോപ്പിങ്ങിനൊക്കെ എപ്പോഴും പോകാറുള്ളത്. അപ്പോൾ ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് കുറേ ചെടികളൊക്കെ ഇവിടെ ഇരിക്കുന്നത് കാണാം. അതിനുശേഷം നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഇതാണ് കടയുടെ എൻട്രൻസ്. ഇവിടെ നമുക്ക് ഗ്രോസറിയും അതുപോലെ എല്ലാ സാധനങ്ങളും ഈ കടയിൽ തന്നെ കിട്ടും. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറ് ഫുള്ള് ഗ്രോസറി ഐറ്റംസും കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാമാണ്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറ് ഫുള്ള് നമ്മൾ ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനത്തെ കുറേ ഐറ്റംസാണ് അവിടെ. ഇതൊക്കെ വെജിറ്റബിൾസിൻ്റെ ഇതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ വെജിറ്റബിൾ സെക്ഷനിലേക്കാണ് വന്നത്. ആദ്യമേ വെജിറ്റബിൾ എടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാം കുറേ എംറ്റി ആയിട്ട് കാണുന്നുണ്ട്. അത് ഞങ്ങൾ നൈറ്റ് വന്നതുകൊണ്ടാണ്. അപ്പം അതെല്ലാം ഏകദേശം തീർന്നു. അതുകൊണ്ടാണ് അങ്ങനെ കുറേ ഭാഗങ്ങളിൽ എംറ്റി ആയിട്ട് കാണുന്നത്. ഇതൊക്കെ കോളിഫ്ലവർ, കോളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അതിനുശേഷം ഇതാണ് കടയുടെ ഫുൾ വ്യൂ. ഇവിടെയൊക്കെ ഓരോരോ പല പല സാധനങ്ങൾ ഇതേ വെച്ചേക്കുന്നതാണ്. അവിടെ ബോർഡുണ്ട് എല്ലാത്തിൻ്റെയും. അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ആ ഒരു റോയിലിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ എല്ലാം ഫ്രൂട്ട്സ്, ഫുൾ ഇത് ഫ്രൂട്ട്സാണ് ആ സൈഡ് മൊത്തം. അവിടെ ഫുള്ള് പാസ്ത അങ്ങനത്തെ ഐറ്റംസാണ് ആ സൈഡ് മൊത്തം ഇരിക്കുന്നത്. ഇവിടെ ആൾക്കാർ ഓരോരുത്തർ സാധനങ്ങളായിട്ട് മേടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം ഇത് ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സാണ് ഇതെല്ലാം. ഇതെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ പാക്കിലായിട്ട് നമുക്ക് കിട്ടും. ഇത് ഫുള്ള് ഫ്രോസൺ ഐറ്റംസാണ്. ഫുള്ള് ചിക്കന്, മീറ്റ്, പോർക്ക്, ലാമ്പ് അങ്ങനത്തെ ഫുൾ ഐറ്റംസാണ് ഇവിടെ ഇരിക്കുന്നത്. മിൻസ്ഡ് മീറ്റ് അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. കുറച്ചും കൂടെ നിങ്ങളെ സൂം ചെയ്ത് കാണിക്കാം. ഇതൊക്കെയാണ് ഇത് പോർക്ക്, മീറ്റ് അങ്ങനത്തെ എല്ലാ ഐറ്റംസാണ് ഇത് ഈ റോയിലുണ്ടാവുന്നത്. പലതരത്തിലുള്ള പല ഇതാണ്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് റോയിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ ബില്ലിങ് സെക്ഷനാണ്. നമുക്ക് തന്നെയും ബില്ല് ചെയ്യാം. അതല്ലാതെ അവർ നമുക്ക് ബില്ല് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സമയമാകുമ്പം അവരുടെ ഉണ്ടാവത്തില്ല. നൈറ്റിലൊക്കെ നമ്മൾ തന്നെയാണ് ബില്ല് ചെയ്യേണ്ടത്. ഇത് നെക്സ്റ്റ് റോ കഴിഞ്ഞു. നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്.
ഇതൊക്കെ ബർഗർ കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസുകളാണ്. എല്ലാം റെഡിമെയ്ഡ് ഫുഡ്സൊക്കെയാണ് അവിടെ കൂടുതൽ ഇരിക്കുന്നത്. ഇത് ക്യാൻഡ് ഫുഡ് അങ്ങനത്തെ ഓരോ ഐറ്റംസൊക്കെയാണ്. പിന്നെ അത് ഇരിപ്പുണ്ട് അവിടെ. പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവിടുത്തെ ബോർഡിൽ നോക്കിയാൽ മതി അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ഇരിക്കുന്നത്. അതൊക്കെ ഞാൻ ആ ബില്ലിംഗ് സെക്ഷനാണ്. ഈ കാണുന്ന ബില്ലിംഗ് സെക്ഷൻ ഇതാണ്. ഇനി ഇവിടെ ഫുള്ള് ഫ്രോസൺ ഫുഡ്സ് മീൻസ് ഐസ്ക്രീം അങ്ങനത്തെ പിസ്സ അങ്ങനത്തെ ഓരോ റെഡിമെയ്ഡ് തിങ്സാണ് ഫുൾ അവിടെ ഇരിക്കുന്നത്. അതുപോലെ ചിപ്സ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ ഐറ്റംസാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഫുള്ള് ബണ്ണ് ബ്രെഡ് അങ്ങനത്തെ ഫുൾ ഐറ്റംസാണ് ഈ സൈഡ് മൊത്തം. അങ്ങനെ ഓരോ റോയിലും ഓരോരോ ഐറ്റംസാണ്. അവിടെ ഫുൾ ആ സൈഡ് ബ്രെഡും കാര്യങ്ങളാണ്. ഇവിടെ പിന്നെ സിറിയൽസ് അങ്ങനത്തെ എല്ലാ ഐറ്റംസുമാണ് ഈ സൈഡിൽ കാണാൻ സാധിക്കുന്നത്. വെറൈറ്റി ടൈപ്പ് ഓഫ് സിറിയൽസ് ഉണ്ട് അവിടെ. അതിനുശേഷം ഇവിടെ ഫുള്ള് ചോക്ലേറ്റിൻ്റെ സെക്ഷനാണിത്. അവിടെ മൊത്തം ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ് അങ്ങനത്തെ ഫുൾ ഐറ്റംസാണ് അവിടെ. നമ്മുടെ അല്ലാത്ത ചെറിയ ചെറിയ ഐറ്റംസാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഷുഗർ കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ ഐറ്റംസാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഫുള്ള് ഇത് ഡ്രിങ്ക്സിൻ്റെ ഐറ്റംസാണ്. എല്ലാ ടൈപ്പിലുള്ള ഡ്രിങ്ക്സും അവിടെ ഉണ്ട്. പിന്നെ ഇതെൻ്റെ മൂത്ത മോള് അലക്സ ഇത് നടന്നു വരുന്നതാണ് കാണുന്നത്. അവൾ ഹായ് പറയുകയാണ്. ഇതും ഫുള്ള് കുറേ സീഡ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. ബിസ്ക്കറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ആ റോയിൽ. പിന്നെ അവൾ ഇതിൽ കൂടെ എല്ലാം ഇങ്ങനെ ഓരോന്ന് തപ്പി തപ്പി നടക്കുവാണ്. അവളെന്തോ മേടിക്കാനിടയിൽ കൂടെ പോകുന്നതാണ് ആ കാണുന്നത്. അതിനുശേഷം ഇത് നെക്സ്റ്റ് റോയാണ്. ഇങ്ങനെ ഒരു കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് റോയെ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. അവിടെ ആൾക്കാരൊക്കെ കൂടെയൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഫുള്ള് നമ്മുടെ ഡ്രിങ്ക്സിൻ്റെയാണ്. വൈന് അങ്ങനത്തെ ഐറ്റംസാണ് അവിടെ മൊത്തം വരുന്നത്. അതിനുശേഷം മോളുടെ ബർത്ത്ഡേ ആണ് May 13. അപ്പോൾ അവൾക്ക് ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഫുൾ സ്മോൾ സെക്ഷൻ മൊത്തം ഡ്രസ്സ് അങ്ങനത്തെ കുറേ ലേഡീസ് ജെൻസ് അങ്ങനത്തെ കുറേ ഐറ്റംസുകളുണ്ട് അവിടെ. അപ്പം ജസ്റ്റ് ഞങ്ങളൊന്ന് ഡ്രസ്സ് നോക്കാൻ വേണ്ടി മുകളിലോട്ട് കയറിയതാണ്. അതൊക്കെ ചെറിയ കുട്ടികളുടെ ഡ്രസ്സുകളാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ എല്ലാം നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ നല്ല ഭംഗിയാണ്. ജസ്റ്റ് ഞാൻ നിങ്ങളെ ഇതൊക്കെ ഒന്ന് വെറുതെ കാണിക്കുന്നുള്ളൂ. കാണാത്തവർക്ക് കാണാനായിട്ട് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നതാണ്. ഇതിൻ്റെ ഫുള്ള് മെൻസ് സെക്ഷൻ്റെ ഉണ്ട്, വുമൺ സെക്ഷന് അപ്പുറേ കിഡ്സിൻ്റെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതാണ്. ഓരോ സെക്ഷനാണ്. അതുപോലെ ഷൂസ് ഉണ്ട്, സാൻഡിൽസ് ഉണ്ട്, അങ്ങനെ പല ഐറ്റംസുകളുണ്ട്. സമ്മറിനുള്ളതും വിൻ്ററിനുള്ളതും അങ്ങനെ പല ഐറ്റംസായിട്ട് അവർ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവിടെ അല്ലാത്ത സ്റ്റേഷനറി ഐറ്റംസ് ആയിട്ടുള്ള ബുക്സ്, പെൻസിൽ അങ്ങനത്തെ ഐറ്റംസും എല്ലാം ഇവിടെ ഇൻക്ലൂഡാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും മേടിക്കാം. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരു വീട്ടിലേക്ക് വേണ്ടതും കിഡ്സിന് വേണ്ടതും അങ്ങനെയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കടയിലുണ്ട്. ഇത് ഫുൾ ഷൂസ് കാര്യങ്ങളൊക്കെയാണ്. അത് മൊത്തം മെൻസിൻ്റെ ഇതാണ്. അതുപോലെ കിഡ്സിൻ്റെ ഉണ്ട്, ചിൽഡ്രൻസ് എല്ലാം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇത് മൊത്തം വുമൻസിൻ്റെ ഡ്രസ്സുകളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇതെല്ലാം വുമൻസിൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ. വെറൈറ്റി ഓഫ് ഡ്രസ്സസ് ഉണ്ട്. ഇത് മൊത്തം ഷൂസാണ്. ഷൂസ്, സാൻഡിൽസ്, സമ്മറിൻ്റേതും വിൻ്ററിൻ്റേതും എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതാണ് കിഡ്സിൻ്റെ ഡ്രസ്സുകൾ. ഇതോടുകൂടി ഞങ്ങൾ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.